അപ്പോൾ ഈ മുൻപേ നോക്കുകയാണെങ്കിലേ ഇപ്പോഴത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇപ്പോൾ ഈ ഇൻസ്ട്രുമെൻസിൽ കൊണ്ടുവന്നിട്ടുള്ളത്? പണ്ട് ഇപ്പോഴത്തെ കാര്യം പറയുന്നതിന് മുമ്പ് കുറച്ച് മുന്നേ ഉപയോഗിച്ചിരുന്നു വെച്ചാൽ എല്ലാം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സംഭവം. ഇപ്പോൾ ഒരു 10 വയലിനാണെങ്കിൽ എല്ലാവരും 10 ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ആൾക്കാർ വരും. അതിനെ ബന്ധപ്പെട്ട ഇപ്പോൾ ചെല്ലോ ഉണ്ടെങ്കിൽ ചെല്ലോ ആർട്ടിസ്റ്റുകൾ വരും. പിന്നെ കീബോർഡ്, ഫ്ലൂട്ട്, ഗിറ്റാർ 2-3 പേരുണ്ടാവും. ഒരു റിതം ഗിറ്റാർ ഉണ്ടാവും, പിന്നെ ഒരു ലീഡ് ഗിറ്റാർ ഉണ്ടാവും, പിന്നെ ഒരു ബേസ് ഗിറ്റാർ, പിന്നെ ഫ്ലൂട്ട് പ്ലെയർ ഉണ്ടാവും, കീബോർഡ്സുകൾ 1-2 പേരുണ്ടാവും. ഇവരെല്ലാവരും ഒരുമിച്ച് വന്നാലേ റെക്കോർഡിങ് നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരിക്കും ഇപ്പോൾ ഇതെല്ലാം പ്രോഗ്രാം ചെയ്യണത്. ഇപ്പോൾ അവരെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കീബോർഡ് പ്ലെയേഴ്സാണ്. കീബോർഡായിട്ട് ബന്ധപ്പെട്ടവരല്ല. ഇപ്പോൾ കീബോർഡ് പ്ലെയേഴ്സ് അല്ലെങ്കിലും കീബോർഡായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾക്കാരായിരിക്കും. അവരൊരു അസാമാന്യമായ കീബോർഡ് ആർട്ടിസ്റ്റുകളായിരിക്കണമെന്നില്ല. ഇപ്പോൾ അതിനാവശ്യമില്ല.